ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. ലവ്ലി ഷൗട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ക്വസ്റ്റ്യൻസ് ആണ്. 2023 വർഷത്തിൽ PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി മാസം നടന്ന 2023 ഫെബ്രുവരി മാസം നടന്ന സ്റ്റോർ അറ്റൻഡർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അതായത് ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകളാണ്. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു, ശരിയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഇതിലെ തെറ്റായ പ്രസ്താവന ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്നതാണ്. ജവഹർലാൽ നെഹ്റു ആണ് ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 1929 ലാഹോർ സെഷൻ നടന്നത്. കോൺഗ്രസിൻ്റെ ലാഹോർ സെഷൻ നടന്നത് 1929. നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്നത് തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? ഗാന്ധിജിയുടെ ആദ്യകാലത്തെ സമരങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. 1 ഖേദ സമരം, 3 ചമ്പാരൻ സമരം. ഇത് രണ്ടുമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി 1, 3. ഖേദ സമരവും ചമ്പാരൻ സമരവും. ഖേദ സമരവും ചമ്പാരൻ സമരവുമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെ? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. 1ഉം 2ഉം. അതായത് മൗണ്ട് ബാറ്റൻ പ്രഭു, അതേപോലെ തന്നെ 2 ഇർവിൻ പ്രഭു. ഇവർ 2 പേരും ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലായിരുന്നു. AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്, ഇവർ 2 പേരും അതിൽ അംഗമായിരുന്നു. തന്നിരിക്കുന്നതിൽ മൗണ്ട് ബാറ്റൻ പ്രഭു അതേപോലെ തന്നെ ഇർവിൻ പ്രഭുവും ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലായിരുന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ബി ആണ്, 2 മാത്രം. കേഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 1798 നടപ്പാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അപ്പോൾ തെറ്റായ പ്രസ്താവന, ബന്ധപ്പെടാത്ത പ്രസ്താവന കേഴ്സൺ പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. വെല്ലസ്ലി പ്രഭുവാണ്, ലോർഡ് വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. 1ഉം 4ഉമാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. 1 മൗലാന മുഹമ്മദ് അലി, 4 മൗലാന ഷൗക്കത്ത് അലി. ഇവർ 2 പേരുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് അയർലൻഡ്. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി സ്വീകരിച്ചത്. അയർലൻഡ് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നും സ്വീകരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. ആൻസർ ബി ആണ് മണിപ്പൂർ. മണിപ്പൂരിലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ആൻസർ ഓപ്ഷൻ സി രാജസ്ഥാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പാർലമെൻറ്റിന്. പാർലമെൻറ്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത്. അതായത് പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ എന്നത് തെറ്റാണ്. വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം കെ. കേളപ്പനായിരുന്നു. പാലിയം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് രണ്ടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകളേവ? ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ താഴെ തന്നിരിക്കുന്നവയിൽ? ആൻസർ ഓപ്ഷൻ എ ആണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികളുടെ. ഓപ്ഷൻ എ ആണ് 1ഉം 4ഉം. അതായത് വേദാധികാര നിരൂപണം, അതേപോലെ തന്നെ ആദിഭാഷയും വേദാധികാര നിരൂപണവുമാണ് ചട്ടമ്പി സ്വാമികളുടെ രചനകൾ. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയാണ് ആത്മോപദേശ ശതകം. അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ്റേതാണ്. അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ. ആദിഭാഷ അതേപോലെ തന്നെ വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 12ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ആദിഭാഷയും വേദാധികാര നിരൂപണവും. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു, അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവ? ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ആൻസർ ഡി ആണ്. 13ൻ്റെ ആൻസർ ഡി ആണ്. അതായത് 1, 2, 4. 1 കോവിലകത്തും വാതുക്കൽ, 2 തൃശ്ശൂർ പൂരം ആരംഭിച്ചു, 4 കുടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. അപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് 1, 2, 4 കോവിലകത്തും വാതുക്കൽ, അതേപോലെ തന്നെ 2 തൃശ്ശൂർ പൂരം ആരംഭിച്ചു, 4 കുടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. കുളച്ചൽ യുദ്ധം, ഇതിലെ മൂന്നാമത്തത് കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം നടന്നത് 1941
ട്രാവൻകൂറും അതേപോലെ തന്നെ ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ സംഘടനയാണ് സമത്വ സമാജം. സമത്വ സമാജം, വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4 മാത്രം. 4 മാത്രമാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം നൽകിയത്. അത് തെറ്റായ പ്രസ്താവനയാണ്. 1, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ശരിയാണ്. 1721 നടന്നത്. ശരിയാണ്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ഇത് 3 ശരിയായ പ്രസ്താവനയാണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത് എന്ന 4ാമത്തെ പ്രസ്താവന ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഉമയമ്മ റാണിയായിരുന്നു അന്ന് ആറ്റിങ്ങലിലെ റാണി. ഉമയമ്മ റാണിയായിരുന്നു ആറ്റിങ്ങലിലെ റാണി. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 4 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം? 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസ്. ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസ് ആണ് 2ാം സ്ഥാനം. 1ാം സ്ഥാനം നേടിയത് 2022 ഖത്തർ ലോകകപ്പിൽ വിജയികളായത് അർജൻറ്റീനയാണ്. ക്രൊയേഷ്യക്ക് 3ാം സ്ഥാനമാണ്. മൊറോക്കോക്ക് 4ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം അർജൻറ്റീന, 2ാം സ്ഥാനം ഫ്രാൻസ്, 3ാം സ്ഥാനം ക്രൊയേഷ്യ, 4ാം സ്ഥാനമാണ് 4th പ്ലേസ് ആണ് മൊറോക്കോ. അപ്പോൾ ഇവിടെ ആൻസർ 2ാം സ്ഥാനക്കാരായ രാജ്യമാണ് ഫ്രാൻസ് ആണ് 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. അർജൻറ്റീനയുടെ 3ാമത്തെ ലോകകപ്പായിരുന്നു 2022 ലഭിച്ചത്. അർജൻറ്റീനയുടെ 3ാമത്തെ ലോകകപ്പായിരുന്നു 2022 ലഭിച്ചത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇടുക്കി. ഇടുക്കിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാർലി. ബാർലിയാണ് ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത്. ബാർലി ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന്? അടൽ ബിഹാരി വാജ്പേയി, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1998 മെയ് 17. 1998 മെയ് 17. കുടുംബശ്രീ ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാമാണ്. 1998 മെയ് 17 ഉദ്ഘാടനം ചെയ്തത്. അടൽ ബിഹാരി വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്തത്. 1998 മെയ് 17. 19ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പെരുങ്കുളം. പെരുങ്കുളമാണ് 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ 2023 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതേ രീതിയിൽ മോക്ക് ടെസ്റ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഫെബ്രുവരി മാസം നടന്ന അറ്റൻഡർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.